ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ SCERT സീരീസിൽ 5ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പരിചയപ്പെടാൻ പോവുകയാണ്. അതിൽ പാഠപുസ്തകത്തിൻ്റെ 1ാം ഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അടിസ്ഥാന ശാസ്ത്രത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഒന്നാമത്തെ ഫാക്റ്റിലേക്ക് തന്നെ കടക്കാം. പാഠപുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിതം എന്നൊരു ചാപ്റ്ററാണ്. നമുക്ക് പാഠപുസ്തകത്തിലെ കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആഹാര ശൃംഖലാ ജാലം എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം എന്നറിയപ്പെടുന്നത്. ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാ ജാലം. നെക്സ്റ്റ് അടുത്ത ഫാക്റ്റ്, എന്താണ് പ്ലവകങ്ങൾ എന്നത് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരാണിവ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം, പ്രകാശ സംശ്ലേഷണം എന്താന്ന് പറയുന്നുണ്ട് പാഠപുസ്തകത്തിൽ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ നമുക്കെന്ന് പറയാം പ്രകാശ സംശ്ലേഷണം എന്ന് പറയാം. ഇതിനു വേണ്ടിയിട്ട് സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഊർജമാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഓക്കെ, അതാണ് പ്രകാശ സംശ്ലേഷണം എന്ന രീതിയിൽ പേര് തന്നെ വരാൻ കാരണം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഹരിതകം എന്നുള്ള വർണ്ണകണം സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വർണ്ണകണമാണ് ഇത് ഹരിതകം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ ഹരിതകമാണ്. അങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഓക്സിജനും രൂപം കൊള്ളുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത കാര്യം, സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വർണ്ണകണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതായത് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകം എന്ന രീതിയിലുള്ള ഒരു വർണ്ണകണമാണ്. എന്നാൽ സസ്യങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണ്. ഏതാണ്? ആന്തോസയാനിൻ. അടുത്തായിട്ട് ഓറഞ്ച് നിറമാണെങ്കിൽ അത് കൊടുക്കുന്നത് കരോട്ടിനാണ്, കരോട്ടിൻ. അതേപോലെ തന്നെ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. പച്ചയാണെങ്കിൽ ഹരിതകം, ചുവപ്പാണെങ്കിൽ ആന്തോസയാനിൻ, ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ, മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ. അടുത്തതായിട്ട് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൈ ഡയഗ്രാം പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള ഘടകം നൈട്രജനാണ്, 2ാം സ്ഥാനത്തുള്ള ഘടകം ഓക്സിജനാണ്, അതേപോലെ തന്നെ ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഘടകങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന രീതിയിലൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ശതമാനമൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട്. നമ്മളിപ്പം അത് പരിചയപ്പെട്ടു പോകുന്നില്ല. ജസ്റ്റ് ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്, ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ വാതകം എന്ന് പറയുന്നത് ഓക്സിജനാണ് എന്നുള്ള കാര്യം ഇവിടെ പരിചയപ്പെട്ടു വെച്ചോളാം. അടുത്ത ഫാക്റ്റ്, എപ്പിഫൈറ്റുകൾ എന്താണെന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് വാസസ്ഥലത്തിനായി മാത്രമായിട്ട് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? എപ്പിഫൈറ്റുകൾ. എന്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നു? വാസസ്ഥലത്തിന് മാത്രമായിട്ട്. അതായത് എക്സാമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യമാണ് മരവാഴ, അതേപോലെ തന്നെ ഓർക്കിഡ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെറിയ വേരുകൾ ഈ മരവാഴനൊക്കെ എന്ത് ചെയ്യുന്നു? സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ച് നിർത്താൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ആ രീതിയിൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത്തരം എപ്പിഫൈറ്റുകൾ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള ടേം എന്ന് പറയുന്നത് അർദ്ധപരാദങ്ങൾ എന്നുള്ള ടേമാണ്. അർദ്ധപരാദങ്ങൾ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ നമുക്ക് വിളിക്കാം അർദ്ധപരാദങ്ങൾ. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഇത് ഇത്തിൽ കണ്ണി. ഏതാണ്? ഇത്തിൽ കണ്ണി. നെക്സ്റ്റ് അടുത്ത കാര്യം പൂർണ്ണപരാദങ്ങൾ എന്ന രീതിയിലുള്ള ടേമാണ്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പൂർണ്ണപരാദങ്ങൾ. എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂടില്ലാത്ത ആളിയാണ്. നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. വ്യാധികൾ പടരാതിരിക്കാൻ എന്ന രീതിയിലൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ
പേര് സൂചിപ്പിക്കുന്ന പോലെ സൂക്ഷ്മജീവികളും അതേപോലെ തന്നെ രോഗങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. എന്തൊക്കെയാണ് പാഠഭാഗത്തിൽ പറയുന്നത് ഫാക്റ്റുകൾ എന്നുള്ള കാര്യം പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് പകർച്ചവ്യാധികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, മഹാമാരികൾ എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമുക്കെന്ത് വിളിക്കാം? മഹാമാരികൾ എന്ന് വിളിക്കാം, അല്ലേ? അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് വസൂരി, ക്ഷയം, അതേപോലെ തന്നെ പ്ലേഗ്, ഇപ്പം നമ്മൾ അതിജീവിച്ച കോവിഡ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മഹാമാരികൾക്ക് എക്സാമ്പിളാണ്. അടുത്ത കാര്യം കുറച്ച് രോഗകാരികളെക്കുറിച്ചുള്ള ഭാഗമാണ്. അതായത് സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. നമുക്കതിനെ രോഗകാരികൾ എന്ന് വിളിക്കാം. നെക്സ്റ്റ് അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്നത് ഫംഗസുകളെ കുറിച്ചാണ്. റൊട്ടിയിലെ പൂപ്പല്, അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളിൽ ബാധിക്കുന്ന കരിമ്പന്, ഇവയെല്ലാം ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. കുറച്ച് ഫംഗസുകളുടെ പേരുകൾ: കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിപ്റ്റോപ്ലാസ്മ. ഇവയൊക്കെ എന്താണ്? സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമാക്കുന്ന കൂണ്, ഇവയൊക്കെ എന്താണ്? ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് രോഗാണുവാഹകർ എന്ന് പറഞ്ഞാൽ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളെയാണ് എന്ത് പറയുന്നത്? രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങിയ ജീവികളാണ് രോഗാണുവാഹകരിൽ പെടുന്നത്. നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിനേഷനുകളെ കുറിച്ചാണ് പറയുന്നത്. വാക്സിനേഷനുകളിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനുകളെ കുറിച്ച് പ്രത്യേകമായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ നിങ്ങൾ ഈ വാക്സിനുകളുടെ പേരുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ BCG, ബാസിലസ് കാൽമറ്റ് ഗുറിൻ. ബാസിലസ് കാൽമറ്റ് ഗുറിൻ ആണ് BCG എന്ന് പറയുന്നത്. നെക്സ്റ്റ് OPV, ഓറൽ പോളിയോ വാക്സിൻ. നെക്സ്റ്റ് ഹെപ്പ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, ഹെപ്പറ്റൈറ്റിസ് ബി. നെക്സ്റ്റ് FIPV ആണ്, അതായത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. നെക്സ്റ്റ് RVV ആണ്, റോട്ടോ വൈറസ് വാക്സിൻ. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനുകൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ജനനസമയത്ത് കൊടുക്കുന്നതാണ് OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ടും ആലോചിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ജനന സമയത്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയും. അടുത്തായിട്ട് കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനുകളുടെ പേരുകളും പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ഒന്ന് PCV, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. ഏതാണ്? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, PCV എന്ന് പറയാം. നെക്സ്റ്റ് MR വാക്സിനാണ്, അതായത് മിസൽസ് റുബെല്ല വാക്സിന്. നെക്സ്റ്റ് അടുത്തായിട്ട് DPT വാക്സിൻ, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. നെക്സ്റ്റ് TD എന്ന് പറയുമ്പോൾ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9-ാം മാസത്തിൽ 16 മുതൽ 24 മാസം വരെ, അതേപോലെ തന്നെ 5 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള സമയത്ത്, 10 വയസ്സുള്ള സമയത്ത്, അതേപോലെ തന്നെ 16 വയസ്സുള്ള സമയത്ത്, ഈ സമയത്തൊക്കെ കൊടുക്കുന്ന വാക്സിനുകളുടെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ക്യാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ TD1ഉം TD2ഉം, അത് 10 വയസ്സുള്ള സമയത്തും 16 വയസ്സുള്ള സമയത്തും കൊടുക്കുന്ന വാക്സിനുകളാണ്. TD1ഉം TD2ഉം, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന് എപ്പോഴാണ് കൊടുക്കുന്നത്? 10 വയസ്സുള്ള സമയത്തും 16 വയസ്സുള്ള സമയത്തും. അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ജലം നിത്യജീവിതത്തിൽ എന്ന രീതിയിലുള്ള ചാപ്റ്ററാണ് 3-ാമത്തെ ചാപ്റ്റർ. അതിൽ ജലവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് പറയുന്നത്. അതിൽ മനുഷ്യൻ്റെ തലച്ചോറിൽ എത്ര ശതമാനം ജലമുണ്ടെന്ന് പറയുന്നുണ്ട്? 73% തലച്ചോറിൽ ജലമാണ്. നെക്സ്റ്റ് രക്തത്തിലുള്ള ജലത്തിൻ്റെ ശതമാനം 94%. വൃക്കകളിലാണെങ്കിൽ 79%.
പേശികളിലാണെങ്കിൽ 75%, ഹൃദയത്തിലാണെങ്കിൽ 75%, ശ്വാസകോശത്തിലാണെങ്കിൽ 83%, അസ്ഥികളിലാണെങ്കിൽ 31%. ഓക്കെ, ഏറ്റവും കൂടുതൽ രക്തത്തിലാണ് 94%. ശേഷം ശ്വാസകോശങ്ങളിൽ 83% ഉണ്ട്. അതേപോലെ തന്നെ വൃക്കകളിൽ 79, തലച്ചോറിൽ 73, പേശികളിൽ 75, ഹൃദയത്തിലും അതേപോലെ തന്നെ 75. ഈ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് വിവിധ ഭാഗങ്ങളിലുള്ളത്. നെക്സ്റ്റ് അടുത്ത കാര്യം കുറച്ച് ടേമുകളാണ് ലീനം, ലായകം, ലായനി എന്ന ടേമുകൾ. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ലായകം എന്നും, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് ലായനി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പഞ്ചസാര വെള്ളത്തിൽ ലീനമാണ് പഞ്ചസാര, വെള്ളം എന്ന് പറയുന്നത് ലായകമാണ്. അതേപോലെ തന്നെ ഈ പഞ്ചസാര വെള്ളം എന്ന് പറയുമ്പോൾ അത് ലായനിയാണ്. ഈ 3 ടേമുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് അടുത്ത കാര്യം, സാർവിക ലായകം എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലമാണ്. അതായത് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിച്ച് ചേർക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലത്തെ എന്തു പറയാം? യൂണിവേഴ്സൽ സോൾവെൻറ്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയാം. അടുത്ത കാര്യം ബാഷ്പീകരണം എന്ന പോയിൻ്റാണ്. അതായത് ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതിന് നമുക്കെന്ത് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചൂടാക്കുമ്പോഴാണ്. ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ കിട്ടേണ്ട മറ്റൊരു കാര്യമാണ് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം എന്ന് പറയുന്നത് അത് ജലമാണ്. നെക്സ്റ്റ് അടുത്തായിട്ട് 4ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്ററിൽ ചെറിയൊരു കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ പേര് ജീവനുള്ള വിത്തുകൾ എന്നുള്ള ഭാഗമാണ്. നെക്സ്റ്റ് അടുത്ത കാര്യം ഹൈഡ്രോപോണിക്സ് എന്നുള്ള സാങ്കേതികവിദ്യ. അതായത് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിക്ക് എക്സാമ്പിളാണ് ഇത് ഹൈഡ്രോപോണിക്സ്. ഏതാണ്? ഹൈഡ്രോപോണിക്സ്. നെക്സ്റ്റ് അടുത്ത കാര്യം വിത്ത് മുളയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ഈ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. എന്താണ് ബീജപത്രം എന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പം ബീജപത്രത്തിൽ നിന്നാണ് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത്. ഇതാ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടല്ലോ. അവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു പയർവിത്തിൻ്റെ കാര്യം കാണാം, ഒരു ചോളത്തിൻ്റെ വിത്ത് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീജാന്നം എന്നൊരു ടേം മനസ്സിലാക്കി വെച്ചോളണം. എന്താ ബീജാന്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. നിങ്ങൾക്ക് ഈ ചിത്രം കാണുന്ന സമയത്ത് പയർവിത്തിൻ്റെ കേസിൽ 2 ബീജപത്രമുണ്ടെന്നും അതേപോലെ തന്നെ ചോളത്തിൽ 1 ബീജപത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടികൾക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. നെക്സ്റ്റ് കുറച്ച് ടേമുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ബീജമൂലം. അതായത് വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആ സമയത്ത് ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം, പിന്നീട് പുറത്തു വരുന്നതാണ് ബീജശീഷം. ഈ 2 ടേമുകൾ മനസ്സിലാക്കി വെക്കുക. ബീജമൂലം, ബീജശീഷം. നെക്സ്റ്റ് അടുത്ത കാര്യം ബീജമൂലം ചെടിയുടെ വേരായിട്ട് മാറുന്നുണ്ട്, ബീജശീഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നുണ്ട്. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് ഒരു ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 2 രീതിയിലുള്ള ഇലകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫാക്റ്റുകളിലേക്ക് പോവാം. അതായത് പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഇലകളിൽ അവശേഷിക്കുന്ന ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് ഇലകളിലെ സിരകൾ. അതായത് ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്ന ഭാഗത്തെ നമുക്കെന്ത് വിളിക്കാം?
ഇലകളിലെ സിരകൾ എന്ന് വിളിക്കാം. അവിടെ രണ്ട് രീതിയിലുള്ള സിരാവിന്യാസം നമുക്ക് ഇലകളിൽ പരിചയപ്പെട്ടോളാം. അതിൽ ഒന്നാമത്തത് ജാലികാ സിരാവിന്യാസവും അടുത്തായിട്ട് സമാന്തര സിരാവിന്യാസവും. ഏതൊക്കെയാ? ജാലികാ സിരാവിന്യാസം, സമാന്തര സിരാവിന്യാസം. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. വലക്കണ്ണികൾ പോലെ കിടക്കുന്ന ആ സിരാവിന്യാസത്തെ ജാലികാ സിരാവിന്യാസം എന്നും സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്ന രീതിയിലുള്ള സിരാവിന്യാസത്തെ സമാന്തര സിരാവിന്യാസം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സിരാവിന്യാസം രണ്ട് രീതിയിൽ: ജാലികാ സിരാവിന്യാസം, സമാന്തര സിരാവിന്യാസം. നെക്സ്റ്റ് ഞാൻ രണ്ട് പിക്ചർ പരിചയപ്പെടുത്തുകയാണ്, പ്ലാവിൻ്റെ ഇലയും മുളയുടെ ഇലയും. അതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പ്ലാവിൽ ജാലികാ സിരാവിന്യാസവും മുളയിൽ സമാന്തര സിരാവിന്യാസവുമാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. ഇലകളിലെ സിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? വേരിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. എന്തൊക്കെയാണ് വേരിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന ഒരു തായ്വേരും അതിൽ വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമുള്ള സസ്യങ്ങളെ നമുക്കെന്ത് പറയാം? തായ്വേരുപടലമുള്ള സസ്യങ്ങളെന്ന് പറയാം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, നാരുവേരുപടലം എന്ന് പറയുമ്പോൾ കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ, ആ രീതിയിലുള്ള സസ്യങ്ങളെയാണ് നമ്മൾ നാരുവേരുപടലമുള്ള സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ വേരുപടലങ്ങൾ: തായ്വേരുപടലം, നാരുവേരുപടലം. ഓക്കെ, ഇതിനകത്ത് എക്സാമ്പിൾസ് തായ്വേരുപടലമാണ് മാവിനും പ്ലാവിനും ഒക്കെ. അതേപോലെ തന്നെ പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? നാരുവേരുപടലം കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തായിട്ട് കുറച്ച് മറ്റു വേരുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര്, അതേപോലെ തന്നെ ശ്വസന വേരുകൾ. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട വേരുകളുടെ വിഭാഗങ്ങൾ. അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നോക്കിക്കോ. ഇവിടെ താങ്ങുവേര് കാണാം. ഒന്നാമത്തെ ചിത്രത്തിലായിട്ട് താങ്ങുവേര് കാണാം, ചെടിയെ താങ്ങി നിർത്തുന്ന രീതിയിലുള്ള വേര്. രണ്ടാമത്തെ പൊയ്ക്കാൽ വേര് കാണാം. മൂന്നാമത്തേൽ ഒരു പറ്റിപ്പിടിച്ച് കിടക്കുന്ന പറ്റുവേര് കാണാം. നാലാമതായിട്ട് ശ്വസന വേരും കാണാം. അടുത്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട രണ്ട് ടേമുകളാണ് ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ, ഇവ കാണപ്പെടുന്ന സസ്യങ്ങളായിരിക്കും ഏകബീജ സസ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഏകബീജ സസ്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നാരുവേരുപടലമായിരിക്കും, അതേപോലെ തന്നെ ശിഖരങ്ങളില്ലാത്ത തണ്ടായിരിക്കും, സമാന്തര സിരാവിന്യാസമായിരിക്കും. നെക്സ്റ്റ് അടുത്തായിട്ട് വേരും ഇലയും തമ്മിൽ അടുത്തായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത സസ്യങ്ങളുണ്ട്. അതിനുദാഹരണമാണ് ചേമ്പ്, ചേന എന്നിവ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അടിസ്ഥാന ശാസ്ത്രത്തിൽ നമുക്ക് ഭാഗം 1 പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.